ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 6 വിയറ്റ്നാം സ്വദേശികൾ. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന 6 ചായ കപ്പുകളിലും ഫ്ലാസ്കിലും മരിച്ചവരുടെ ശരീരത്തിലും സയനൈഡിന്റെ സാന്നിധ്യം. ഹോട്ടലിൽ താമസിക്കാൻ ബുക്ക് ചെയ്തിരുന്നത് 7 പേർ, എന്നാൽ ചെക്ക് ഇൻ ചെയ്തത് വെറും 5 പേർ മാത്രം. ബാങ്കോക്കിലെ ഗ്രാൻഡ് ഹയാത്ത് എറവാൻ ഹോട്ടലിൽ നടന്ന ഈ സംഭവത്തിൽ പുതിയ കണ്ടെത്തലുകൾ ലഭിക്കുകയാണ്. ബാങ്കോക്കിലെ വാണിജ്യ നയതന്ത്ര മേഖലയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഗ്രാൻഡ് ഹയാത്ത് എറവാൻ. ബിസിനസ്സിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നടന്ന കൊലപാതകമാണിത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 3 സ്ത്രീകളും 3 പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 6 പേരിൽ ഒരാൾ ചായയിൽ സയനൈഡ് കലർത്തി മറ്റുള്ളവർക്ക് നൽകുകയും സ്വയം കുടിക്കുകയും ചെയ്തതാകാമെന്നാണ് വിലയിരുത്തൽ. പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 6 പേരും സയനൈഡ് ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. മരണപ്പെട്ട 6 പേരിൽ 2 പേർ അമേരിക്കൻ പൗരത്വമുള്ളവരാണ്. അതിനാൽ അന്വേഷണത്തിൽ FBI-യും സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച ഇവർ മുറിയിലേക്ക് ഭക്ഷണവും ചായയും ഓർഡർ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വിഷം ഉള്ളിൽ എത്തിയിരിക്കുന്നതെന്നാണ് തായ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്ഷണം നൽകാനായി ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ എത്തിയപ്പോൾ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള 56 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഭക്ഷണം വാങ്ങിയത്. ചായ പകർന്നു നൽകേണ്ട എന്ന് ജീവനക്കാരോട് ഈ സ്ത്രീ പറയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മരണപ്പെട്ടവരല്ലാതെ മറ്റാരും മുറിയിലേക്ക് പോയിട്ടില്ലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മരിച്ച 6-അംഗ സംഘത്തിലെ ദമ്പതികൾ ജപ്പാനിൽ ആശുപത്രി നിർമ്മിക്കുന്ന ബിസിനസ് പ്രോജക്റ്റിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി സംഘത്തിലെ മറ്റൊരാൾക്ക് 10 മില്യൺ തായ് ബാറ്റ് വായ്പ നൽകിയതായും ഇതിന്റെ പേരിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തീൻ ഗുയിൻ ഫുവാങ്, ഭർത്താവ് ഹോങ് ഫാങ് തെൻ, തീൻ ഗുയിൻ ഫുവാങ് ലാൻ, ദിൻ ട്രാൻ ഫു, US പൗരന്മാരായ 56 വയസ്സുള്ള ഷെറിങ് ചോങ്, ഡാങ് ഹങ് വാൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് അന്വേഷിക്കുന്ന സംഘത്തിൽ 7-ാമത്തെ അംഗത്തിനായി അന്വേഷണം തുടരുകയാണ്. മരണപ്പെട്ടവരിൽ ഒരാളുടെ സഹോദരിയാണ് 7-ാമത്തെ അംഗം. സംഭവത്തിന് മുൻപ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയതായാണ് വിവരം. 7-ാമത്തെ വ്യക്തിക്ക് മരണത്തിൽ പങ്കില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. ചൊവ്വാഴ്ച ഹോട്ടൽ മുറി ഒഴിയുമെന്ന് അറിയിച്ചിരുന്ന 6 പേരെയും മുറിക്ക് പുറത്ത് കാണാത്തതിനാൽ ഹോട്ടൽ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരണപ്പെട്ടവരുടെ ചുണ്ടുകളും നഖങ്ങളും കടും പർപ്പിൾ നിറത്തിലായിരുന്നു. ഇത് ഓക്സിജന്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവരുടെ ആന്തരികാവയവങ്ങൾ രക്തചുവപ്പ് നിറത്തിലായിരുന്നു എന്നും ഫോറൻസിക് വിദഗ്ധർ പറയുന്നു. മൃതദേഹങ്ങൾ ഒരേ സ്ഥലത്തായിരുന്നില്ല ഉണ്ടായിരുന്നത്. ചിലത് കിടപ്പുമുറിയിലും ചിലത് സ്വീകരണ മുറിയിലുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവർ മനഃപൂർവ്വം വിഷം കഴിക്കാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണപ്പെട്ടവരിൽ ചിലർ ഗൈഡുകളെയും ഡ്രൈവർമാരെയും അവരുടെ യാത്രകൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ ഇതൊരു കൂട്ട ആത്മഹത്യയാകാൻ സാധ്യതയില്ല എന്നും ഫോറൻസിക് മേധാവി പറഞ്ഞു. മൃതദേഹങ്ങൾക്ക് 24 മണിക്കൂറോളം പഴക്കമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേസിൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. കൂട്ടമരണങ്ങൾ എന്നും ദുരൂഹത ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 2018-ൽ ഡൽഹിയിൽ നടന്ന ബുരാരി മരണങ്ങളും ഏറെ ചർച്ചയായിരുന്നു. ബുരാരിയിലെ ഷാദ് നഗറിൽ 20 വർഷത്തോളമായി താമസിക്കുന്ന ഭാട്ടിയ ഫാമിലിയിലെ 11 ആളുകളെയാണ് ഒറ്റ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.